ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഈ മത്സരം ഒരു സെമി ഫൈനലാണ്. ഞായറാഴ്ച കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയാലേ സൂര്യകുമാർ യാദവിനും സംഘത്തിനും 2020 ലോകകപ്പിന്റെ അവസാന ലാപ്പിലേക്കുള്ള ടിക്കറ്റ് ലഭിക്കൂ. ജയിക്കുന്നവർക്ക് സെമിയിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കാം. തോൽക്കുന്നവർക്ക് പുറത്തേക്കുള്ള വഴി തെളിയുകയും ചെയ്യുമെന്നതിനാൽ ജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യയും വെൻഡീസും ആഗ്രഹിക്കുന്നില്ല. റൺ നിരക്കാണ് ഇന്ത്യക്ക് തിരിച്ചടിയാകുന്ന ഘടകം. സൂപ്പർ 8 ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നാണംകെട്ട തോൽവിയിൽ നിന്ന് ഇന്ത്യ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. സിംബാബ്വെക്കെതിരായ ഇന്ത്യയുടെ വിജയം ആധികാരികമെന്ന് പറയാനാകില്ല. ബാറ്റിങ്ങിൽ മിന്നിയപ്പോൾ ബോളിങ്ങിൽ വലിയ പാളിച്ചകൾ സംഭവിച്ചു. എന്നാൽ ഇതെല്ലാം മറന്ന് കരീബിയൻ കരുത്തിനെ മലർത്തിയടിക്കാനാണ് ഇന്ത്യ കൊൽക്കത്തയിൽ ബാറ്റെടുക്കുന്നത്. എന്നാൽ വിൻഡീസിനെ അങ്ങനെ നിസ്സാരമായി വീഴ്ത്താനാകില്ല. ഏകദിന ക്രിക്കറ്റിലും ടെസ്റ്റിലും വീക്ക്നെസ്സുകൾ പലതുണ്ടെങ്കിലും 2020 എത്തുമ്പോൾ വിൻഡീസ് മറ്റൊരു ടീമാണ്. കൂറ്റനടിക്കാരുടെ നീണ്ട നിരയും ഓൾറൗണ്ടർമാരുടെ സാന്നിധ്യവുമാണ് വിൻഡീസിനെ കരുത്തുള്ള ടീമാക്കുന്നത്. ഈ 2020 ലോകകപ്പിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം ടോട്ടൽ പടുത്തുയർത്തിയ ടീമാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന കാര്യം ആരും മറന്നു കാണില്ല. സിംബാബ്വെക്കെതിരെ 6 വിക്കറ്റിന് 254 റൺസാണ് വിൻഡീസ് നേടിയത്. വിൻഡീസിന്റെ ബാറ്റിംഗ് കരുത്ത് എന്താണെന്ന് പറഞ്ഞു തന്ന ഒരു മത്സരമായിരുന്നു ഇത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ നിർണായക മത്സരത്തിൽ 83 റൺസ് എടുക്കുന്നതിനിടെ 7 വിക്കറ്റ് വീണ ഘട്ടത്തിൽ വിൻഡീസ് നടത്തിയ ഒരു കുതിപ്പുണ്ട്. സ്കോർ 176 എത്തിയാണ് അവസാനിച്ചത്. ജെയ്സൺ ഹോൾഡർ, റൊമാരിയോ ഷെപ്പേർഡ് എന്നിവരുടെ ബാറ്റിംഗാണ് ഈ മികച്ച സ്കോറിലെത്താൻ അവരെ സഹായിച്ചത്. മറ്റൊരു ടീമിലും ഇല്ലാത്ത ഒരു പ്രത്യേകത വിൻഡീസിന് എന്താണെന്ന് ചോദിച്ചാൽ അത് വമ്പനാടിക്കാരുടെ നീണ്ട നിരയിലേക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ബ്രാൻഡൻ കിങ്, ഷായ് ഹോപ്പ് എന്നിവർ നൽകുന്ന സ്ഫോടനാത്മകമായ തുടക്കമാണ് ഇന്ത്യ തടയിടേണ്ടത്. ഇവരിൽ ആരെങ്കിലും ഒരാൾ 5 ഓവർ ക്രീസിൽ നിന്നാൽ സ്കോർ അതിവേഗം 3 അക്കത്തിലേക്ക് എത്തും. ഓപ്പണർമാരിൽ ഒരാൾ വീണാൽ മൂന്നാമനായി എത്തുക ഷിംറോൺ ഹെറ്റ്മർ ആണെന്ന കാര്യം മറക്കേണ്ട. ഈ ലോകകപ്പിൽ 17 സിക്സുകളാണ് ഹെറ്റ്മർ അടിച്ചുകൂട്ടിയത്. റൂദർഫോർഡ് ആകട്ടെ അടിച്ചെടുത്ത് 12 സിക്സുകളാണ്. ജെയ്സൺ ഹോൾഡർ നേടിയതാകട്ടെ 10 സിക്സുകളും. റോമാൻ പവൽ, റോസ്റ്റൺ ചേസ് എന്നിവർ മധ്യനിരയിലെ വെടിക്കെട്ടിന്റെ രാജാക്കന്മാരാണ്. ഇവർ രണ്ടുപേരും വീണാലും പിന്നാലെ എത്തുന്നത് ആരൊക്കെയെന്നറിയുമ്പോഴും എതിരാളികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റും. റൂദർഫോർഡും ജേസൺ ഹോൾഡറുമാണ് ആ താരങ്ങൾ. വലിയ ഇന്നിംഗ്സ് അധികം കളിക്കാൻ കെൽപ്പുള്ള താരങ്ങളാണ് ഇരുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യൻ സ്പിന്നർമാർ ഇരുവരെയും വീഴ്ത്തിയാൽ എത്തുന്നത് റൊമാരിയോ ഷെപ്പേർഡ് ഉൾപ്പെടുന്ന വാലറ്റമാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ 83 റൺസ് എടുക്കുന്നതിനിടെ 7 വിക്കറ്റ് വീണ ഘട്ടത്തിൽ ക്രീസിലെത്തിയ റൊമാരിയോ ഷെപ്പേർഡ് 37 പന്തിൽ 52 റൺസാണ് നേടിയത്. ഇതിൽ 4 സിക്സും 3 ഫോറും ഉൾപ്പെടുന്നു എന്നതാണ് ശ്രദ്ധേയം. വിൻഡീസിന്റെ ഓൾറൗണ്ടർമാരുടെ സാന്നിധ്യം അറിയാതെ പോകരുത്. ജെയ്സൺ ഹോൾഡർ, റോസ്റ്റൺ ജെയ്സ്, റൊമാരിയോ ഷെപ്പേർഡ് എന്നിവർ നൽകുന്ന സന്തുലിതാവസ്ഥ ചെറുതല്ല. ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്പിൻ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഗുഡാഗേഷ് മോട്ടി ഉൾപ്പെടെയുള്ളവരെ ഇന്ത്യ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പേസ് നിരയിലേക്ക് നോക്കിയാൽ ഹോൾഡറിനെയും ഷമർ ജോസഫിനെയും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. മീഡിയം പേസറായി റൊമാരിയോ ഷെപ്പേർഡുമുണ്ട്. അതിനാൽ തന്നെ വിൻഡീസ് കരുത്തിനെ നേരിടുമ്പോൾ ഇന്ത്യ എല്ലാവിധ കരുത്തും പുറത്തെടുക്കേണ്ടതുണ്ട്. ഈഡൻ ഗാർഡൻസിൽ ബാറ്റിങ്ങിന് അനുകൂലമായി പിച്ചാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതിനാൽ മികച്ചൊരു മത്സരമാകും കാണാനാകുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.